ജൂൺ 2 മുതൽ 21 വരെ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക ന്യൂസാണിത്. ആദ്യം പ്രധാന വാർത്തകൾ. കളിച്ചിരിയുടെ അവധിക്കാലം കഴിഞ്ഞ് പ്രവേശനോത്സവം ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഷെണായി സ്മാർട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 2 തിങ്കളാഴ്ച സ്കൂൾ SMC ചെയർമാൻ M പ്രസാദിന്റെ അധ്യക്ഷതയിൽ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ കുഞ്ഞിരാമൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസ്തുത ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് രമ ടീച്ചർ, PTA പ്രസിഡന്റ് TV വിനോദ് കുമാർ, മദർ PTA പ്രസിഡന്റ് സുജിത എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ സ്റ്റാഫ് സെക്രട്ടറി സുരേഷ് പനക്കാട് നന്ദി പ്രകാശിപ്പിച്ച് സംസാരിച്ചു. ജൂൺ 5 പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. സ്കൂൾ മുറ്റത്ത് ഒരു മരം, ക്ലാസ് തണലിൽ ഒരു പൂന്തോട്ടം എന്നതായിരുന്നു ഈ വർഷത്തെ പരിസ്ഥിതി തീം. സ്കൂളിൽ പ്രത്യേക അസംബ്ലി, LP UP തലത്തിൽ ക്യൂസ് മത്സരം എന്നിവ നടത്തി. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ റെയിൽവേ ഡിവിഷൻ നടത്തിയ ക്വിസ് ചിത്രരചന മത്സര വിജയികൾക്ക് 5 വൈകിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സമ്മാന വിതരണം നടത്തി. ജൂൺ 19 രാവിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി കേരള ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ മോക്ക് ഡ്രിൽ നടത്തി. പയ്യന്നൂർ ഫയർഫോഴ്സ് യൂണിറ്റാണ് കുട്ടികൾക്കായി ഇത് അവതരിപ്പിച്ചത്. ജൂൺ 19 ഉച്ചയ്ക്ക് പ്രൊജക്ട് വേണ്ട ടീമിന്റെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് കാറ്റലിസ്റ്റിന്റെ നേതൃത്വത്തിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ചു. ജൂൺ 21 ലോക യോഗാ ദിനവും സംഗീത ദിനവും ആചരിച്ചു. സാഹിത്യവാണി ഓൺലൈൻ റേഡിയോയിൽ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും അവതരിപ്പിച്ച സംഗീത പരിപാടിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കലാസാഹിത്യവേദിയുടെ സാഹിത്യവാണി എന്ന ഓൺലൈൻ റേഡിയോയും അന്നേ ദിവസം ഉദ്ഘാടനം ചെയ്തു. പ്രധാന വിശേഷ ദിവസങ്ങളിൽ കുട്ടികൾ അവതരിപ്പിക്കുന്ന പരിപാടികളാണ് സാഹിത്യവാണിയിൽ പ്രക്ഷേപണം ചെയ്യുന്നത്. ഇതോടുകൂടി ഈ ആഴ്ചത്തെ ലിറ്റിൽ ന്യൂസ് ഇവിടെ അവസാനിക്കുകയാണ്.